ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. പ്രതിനിധി സമ്മേളനം കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന റിപ്പോർട്ടും നവകേരള വികസന രേഖയും സമ്മേളനത്തിൽ ഇന്ന് അവതരിപ്പിക്കും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച നാളെയാണ്. 3 പതിറ്റാണ്ടിന് ശേഷം ദേശിംഗനാടിന്റെ തലസ്ഥാനമായ കൊല്ലം നഗരത്തിൽ CPIMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയേറി. പ്രതിനിധി സമ്മേളന നഗരിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. പ്രസിഡിയം ചെയർമാനായ AK ബാലൻ അവതരിപ്പിച്ച സമ്മേളന അജണ്ട പ്രതിനിധികൾ അംഗീകരിച്ചതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. കൊല്ലത്തിന്റെ ചരിത്ര പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയ സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പ്രതിനിധികളെ സമ്മേളന നഗരിയിലേക്ക് സ്വാഗതം ചെയ്തു. കേരള ചരിത്രത്തിൽ ഒരു സർക്കാരിന് തുടർച്ച നൽകാൻ ജനങ്ങൾ തയ്യാറായി. ഒന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാരിലേക്ക് ഉള്ള വരവിൽ ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഉണ്ടായത്. CPIM മാത്രമല്ല ഈ ഘട്ടത്തിൽ കരുത്താർജിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ രാഷ്ട്രീയവും ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമാകുന്ന കാഴ്ചയാണ് ഈ കാലയളവിൽ നമ്മൾ കാണുന്നത്. തുടർഭരണത്തിന്റെ തുടർച്ച ലക്ഷ്യമിട്ടുള്ള നവകേരള രേഖ CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇന്ന് അവതരിപ്പിക്കും. തുടർന്ന് പ്രവർത്തന റിപ്പോർട്ടും പാർട്ടി സെക്രട്ടറി അവതരിപ്പിക്കും. നാളെയാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച. 8-ന് നവകേരള രേഖയിലുള്ള ചർച്ചയും നടക്കും. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് 8-ന് പാർട്ടി സെക്രട്ടറി മറുപടി പറയും. നവകേരള രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് 9-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുക. തുടർന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. 9-ന് വൈകിട്ട് 5 മണിക്ക് ആശ്രാമം മൈതാനത്താണ് പൊതുസമ്മേളനം. 24 കൊല്ലം. CPM പ്രതിനിധി സമ്മേളനം തുടങ്ങിയ ദിവസവും പ്രധാന ചർച്ച പ്രായപരിധിയും ഭരണ തുടർച്ചയും തന്നെ. പാർട്ടിയിൽ പ്രായപരിധി അനിവാര്യമാണെന്ന നിലപാടാണ് നേതാക്കൾക്ക്. 3-ാം തവണയും LDF അധികാരത്തിൽ വരുമെന്ന് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രായപരിധിയിൽ പിണറായി വിജയന് ഇളവനുവദിക്കുന്നതിൽ CPIMനുള്ളിൽ ആശയക്കുഴപ്പമില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടേതാണ്. ചില സമയത്ത് ചില നേതാക്കൾക്ക് ഇളവ് നൽകാറുണ്ടെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം BV രാഘവലു. Sometimes some personalities have to be given some relaxation. Earlier also we have given relaxation. But the Central Committee takes the decision with 3/4 majority. If somebody is to be given some relaxation, Central Committee will take the decision, and it is in our constitution also. പിണറായി വിജയന് ഇളവ് നൽകുന്നതിൽ എതിർസ്വരമില്ല. എങ്കിലും പ്രായപരിധി നടപ്പാക്കണമെന്ന നിലപാടാണ് നേതാക്കൾക്ക്. പൊതുവെ നമ്മൾ തീരുമാനിച്ചത് 75 വയസ്സ് എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. കേരളവും ആ തീരുമാനമാണ് എടുത്തു പോരുന്നത്. പിന്നെ ഓരോ സംസ്ഥാനത്തിന്റെയും പ്രത്യേകതകളുണ്ടോ. നമ്മൾ 75ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ ഒരു പ്രത്യേക കമ്മിറ്റിയിൽ നിന്ന് മാറി എന്നതുകൊണ്ട് അവരുടെ പ്രവർത്തനം അന്ന് തന്നെ രാവിലെ ഒരു സ്വിച്ച് ഇട്ടതുപോലെ ഇല്ലാതാവുന്നില്ല. LDFന് അധികാര തുടർച്ചയുണ്ടാകുമെന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. പ്രതിപക്ഷത്തിന്റെ വ്യാജനിർമ്മിതികളെ ജനം തള്ളുമെന്നും മുഖ്യമന്ത്രി. ഭരണത്തുടർച്ച ഉറപ്പെന്ന കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഈ നാടിനെ കാണുന്ന ജനങ്ങൾ, ഈ 3.5 കോടി മലയാളികളുടെ ജന്മനാടായിട്ടുള്ള കേരളത്തിന്റെ ഇന്നത്തെ സ്ഥിതി മനസ്സിലാക്കുന്നവർ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കും. ഇടതുപക്ഷം വരണമെന്ന് ആഗ്രഹിക്കും. CPIMനുള്ളിൽ അർഹമായ വനിതാ പ്രാതിനിധ്യമുണ്ടെന്ന് മന്ത്രി R ബിന്ദുവും പ്രതികരിച്ചു. 24 കൊല്ലം. കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ നവഫാസിസ പ്രയോഗത്തെ ന്യായീകരിച്ച് CPM സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്. നരേന്ദ്രമോദി സർക്കാർ നവഫാസിസ്റ്റ് ലക്ഷണം പ്രകടമാക്കുന്നു എന്ന് പ്രകാശ് കാരാട്ട് ആവർത്തിച്ചു. മോദി സർക്കാരിന് ബദലാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരെന്നും BJP വിരുദ്ധ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് CPMന് ആവശ്യമില്ലെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. നവഫാസിസ്റ്റ് സ്വഭാവം പ്രകടിപ്പിക്കുകയാണ് മോദി സർക്കാർ. ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് മാറി നവഫാസിസം ഹിന്ദുത്വ കോർപ്പറേറ്റ് താൽപര്യങ്ങളോടൊപ്പം ചേരുകയാണ്. Narendra Modi has allied with the United States of America in foreign policy and in strategic policies. Draft political resolution, we have called it a Hindutva corporate regime
which is displaying neo-fascist characteristics. മോദി സർക്കാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടപ്പാക്കുന്നത് ഫെഡറൽ സംവിധാനം തകർക്കാനാണ്. ഇതിനെതിരായ ബദലാണ് കേരളത്തിലെ പിണറായി സർക്കാർ. Alternative policies as against the neoliberal and communal policies pursued by the central government. Leadership of Comrade Pinarayi Vijayan, the Chief Minister. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും കാരാട്ട് ശക്തമായി വിമർശിച്ചു. പാർട്ടി കരട് രാഷ്ട്രീയ രേഖയിലെ നവഫാസിസ പ്രയോഗത്തിനെതിരെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് വി.ഡി. സതീശൻ പ്രതികരിക്കുന്നത്. കേരളത്തിലെ പാർട്ടി വിഭാഗീയതയില്ലാതായി ഒറ്റക്കെട്ടായതിലെ സന്തോഷവും പ്രകാശ് കാരാട്ട് പ്രകടിപ്പിച്ചു. നവഫാസിസം എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കിയ പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മോഡി സർക്കാരിന് ബദൽ കേരളത്തിലെ പിണറായി സർക്കാരാണെന്നും വരച്ചുകാട്ടി. അതിലപ്പുറത്തേക്ക് കേരളത്തിലെ ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനം വരെയുള്ള നടപടിക്രമങ്ങൾ പാർട്ടിയെ ഒറ്റക്കെട്ടായി ഒരു ശിലയിൽ തീർത്തുവെന്നും വ്യക്തമാക്കുകയാണ്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം കൊല്ലത്തു നിന്നും ദീപക് ധർമ്മടം, 24. സ്വകാര്യ മൂലധന നിക്ഷേപം പാർട്ടി നയമാക്കാൻ CPIM. പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിക്കുന്ന നവകേരള രേഖയിൽ നയം മാറ്റം ഊന്നിപ്പറയും. നിക്ഷേപം ജനങ്ങൾക്ക് വേണ്ടി എന്ന് CPIM വിശദീകരിക്കും. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ BJPയിലേക്ക് വോട്ട് ചോരുന്നത് ഗൗരവമായി കാണണമെന്നാണ് സംഘടനാ റിപ്പോർട്ടിലെ ഒരു പരാമർശം. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി കൊല്ലം ടൗൺ ഹാളിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്തിലേക്ക് നമ്മൾ വരും. അല്പസമയത്തിനകം ശ്രീജിത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അല്പസമയത്തിനകം ഈ റിപ്പോർട്ടുകൾ, സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടുകൾ, ഒപ്പം ഈ നവകേരള രേഖ, ഇത് രണ്ടും സംസ്ഥാന സമ്മേളനത്തിൽ, പ്രവൃത്തി സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇതിന്മേലുള്ള പൊതുചർച്ച നാളെയാണ് നടക്കുന്നത്. ഈ രണ്ട് രേഖകളും CPIMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ നവകേരള രേഖയിലെ ഒരു നയം മാറ്റം ഈ ഘട്ടത്തിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. സ്വകാര്യ മൂലധന നിക്ഷേപം പാർട്ടി നയമാക്കും എന്നതടക്കമുള്ള പരാമർശങ്ങൾ അതിലുണ്ടാകും എന്നാണ് കരുതുന്നത്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ടൗൺ ഹാളിൽ നിന്നാണ്. ശ്രീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടുകൾക്കപ്പുറത്തേക്ക് ഈ നവകേരള രേഖയിലെ പരാമർശങ്ങൾ തന്നെയാകും വലിയ ചർച്ചയാകാൻ പോകുന്നത്. അതിൽ പ്രത്യയശാസ്ത്ര കർക്കശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് വികസനമെന്ന അജണ്ടയിലൂടെ മുന്നോട്ട് പോകുക എന്നതായിരിക്കും CPIMന്റെ ഭരണതലത്തിലെ നയം എന്നതായിരിക്കും അതിൻ്റെ ഒരു കാതലെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ, മൂന്നാം തവണയും ഭരണം ലക്ഷ്യമിട്ട് ഉള്ള നീക്കങ്ങൾക്കാണ് കൊല്ലം സമ്മേളനം തീരുമാനമെടുക്കാൻ പോകുന്നത്. അതിനുള്ള ഒരു ലക്ഷ്യവേദിയായ രേഖയായി ഈ നവകേരള രേഖ മാറും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് സ്വകാര്യ നിക്ഷേപങ്ങൾ, സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങിയ പണ്ട് എതിർത്തിരുന്ന എല്ലാ കാര്യങ്ങളെയും CPIMന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഇപ്പോൾ വാരിപ്പുണരുകയാണ്. എന്നാൽ ഇങ്ങനെ ഇതിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ പ്രത്യയശാസ്ത്രപരമായ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്ന സംശയം പല കോണുകളിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ നിക്ഷേപവും അടക്കമുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ നയത്തിന്റെ ഭാഗമാക്കുന്ന സുപ്രധാനമായ രേഖയാണ് ഇന്ന് 4:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരളത്തിന്റെ കാഴ്ചപ്പാട് എന്ന രേഖ എത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കി, അക്കാര്യത്തിൽ എത്രമാത്രം മുന്നോട്ട് പോകാനായി തുടങ്ങിയ വിമർശനപരമായിട്ടുള്ള വിലയിരുത്തലുകൾക്കൊപ്പം ഭാവിയിലേക്കുള്ള കേരളം എങ്ങനെയാകണം എന്ന് സംബന്ധിച്ച കാര്യങ്ങളും ഈ രേഖയിൽ ചൂണ്ടിക്കാണിക്കും. അതിലാണ് ഈ സ്വകാര്യ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രത്യയശാസ്ത്ര ദാർഢ്യം ഉപേക്ഷിച്ച് വികസനം എന്ന ഒറ്റ അജണ്ടയിലേക്ക് പാർട്ടിയെയും സർക്കാരിനെയും കേന്ദ്രീകരിക്കുന്നു. അപ്പോൾ അതുവഴി ജനങ്ങൾക്ക് തൊഴിലവസരങ്ങളും മറ്റും പ്രദാനം ചെയ്യാൻ കഴിയും. അപ്പോൾ സർക്കാരിനൊപ്പം കൂടുതൽ ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് മൂന്നാം തവണയും ഭരണം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPIM പ്രകടിപ്പിക്കുന്നത്. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം ടൗൺ ഹാളിൽ നിന്ന്. ഈ റിപ്പോർട്ടുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രവൃത്തി സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും നാളെയും ഒക്കെയായി അതിനുമേൽ വിപുലമായ ചർച്ചകൾ നടക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നത് 10ാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി എന്നാണ്. മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങിയിരിക്കുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. കേസിൽ രണ്ടാം പ്രതി ഫഹദ്, മൂന്നാം പ്രതി ജിഷ്ണു എന്നിവർക്ക് കോഴിക്കോട് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. ഈ സമീർ, മുഖ്യപ്രതി കീഴടങ്ങിയിരിക്കുന്നു. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. പരീക്ഷകളുടെ പവിത്രത കാത്തുസൂക്ഷിക്കണമെന്നാണ് കോടതി ഈ ഹർജി നിരാകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്.
കീഴടങ്ങുന്ന സമയത്ത് മാധ്യമങ്ങളോട് എന്തൊക്കെയോ ഈ ഒന്നാം പ്രതി പറയുന്നുണ്ടല്ലോ. വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയാണ് MS സൊല്യൂഷൻസിൻ്റെ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിറകെയാണ് ഈ പ്രതി ഇവിടെ എത്തിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിക്കൊണ്ട് കീഴടങ്ങിയത്. ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. ആ വേളയിൽ പറയുന്നത് MS സൊല്യൂഷനെ തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട്, അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ഈ ചോദ്യപേപ്പർ കൈപ്പറ്റിയ ഫഹദ് എന്ന അധ്യാപകൻ എത്തിയതും അങ്ങനെയാണ്. മാത്രമല്ല, നാട്ടിലെ ഒരു പ്രാദേശിക നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് ഇതിനായി ഇടപെട്ടു. 5 ലക്ഷം രൂപ അതിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ഒരു ട്യൂഷൻ സെൻ്ററാണ് എന്ന കാര്യവും അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട്. തനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ നേരത്തെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും ഈ പ്രതി വിശദീകരിക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. അതിനൊടുവിലാണ് ഇന്നലെ ഈ ഉറവിടം എവിടെ നിന്നാണ് ഇത് ചോർന്നത് എന്ന് കണ്ടെത്താനും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാനും കഴിഞ്ഞത്. മലപ്പുറം മേൽമുറിയിലെ മഹദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ, അവിടുത്തെ പിയൂണായിട്ടുള്ള അബ്ദുൽ നാസറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നത്. അബ്ദുൽ നാസർ അത് ഫോട്ടോ എടുത്ത് നൽകുകയും പിന്നീട് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാന അധ്യാപകനായിരുന്ന ഫഹദിനെ അത് ഫോട്ടോ എടുത്ത് അയച്ചു നൽകുകയും ചെയ്തു. അതുവഴിയാണ് MS സൊല്യൂഷൻസിലേക്ക് ഇത് എത്തിയത് എന്നുള്ള കാര്യവും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ആണ് ഇപ്പോൾ 2 പ്രതികൾക്ക് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 3 പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിജയകുമാർ. അല്പസമയം മുമ്പ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ മുഹമ്മദ് ഷുഹൈബ് എത്തി കീഴടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ ഈ പ്രധാനപ്പെട്ട ഒന്നാം പ്രതി പറഞ്ഞു. എന്താണ് അയാൾ വിശദീകരിച്ചതെന്ന് കേൾക്കാം. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകൻ ആരോ പറഞ്ഞയച്ചെന്നുള്ള തെളിവില്ല. അതൊരു വേറൊരു പ്ലാറ്റ്ഫോമാണ്. MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ആ സ്ഥാപനം എൻ്റെ നാട്ടിലൊരു നേതാവിന് 5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട്. അതാണ് മുഹമ്മദ് ഷുഹൈബിന് കീഴടങ്ങാൻ എത്തിയ സമയത്ത് പറയാനുണ്ടായിരുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ C. മുഹമ്മദ്. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ സ്ഥലത്തെ പാർട്ടി MLA മുകേഷ് എവിടെയെന്ന ചോദ്യം ഉയരുന്നു. ലൈംഗികാരോപണ കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയതോടെ സമ്മേളന പരിപാടികളിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്തി എന്നാണ് സൂചന. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് എന്നാണ് വിവരം. 30 വർഷത്തിനു ശേഷം കൊല്ലം നഗരം CPIM സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയത്വമരുളുമ്പോൾ പാർട്ടി MLA M. മുകേഷ് എറണാകുളത്താണ്. ലൈംഗികാരോപണ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം നൽകിയതോടെ സമ്മേളന പരിപാടികളിൽ നിന്ന് MLA ആയ M. മുകേഷിനെ CPIM മാറ്റി നിർത്തുകയായിരുന്നുവെന്നാണ് വിവരം. സമ്മേളനത്തിന്റെ ഭാഗമായ പരിപാടികളിൽ M. മുകേഷിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് CPIM വനിതാ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രചാരണ പരിപാടികളിലും മുകേഷിനെ പങ്കെടുപ്പിച്ചില്ല. എന്നാൽ വ്യക്തിപരമായ കാരണത്താലാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്നാണ് മുകേഷിനോട് അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ലൈംഗിക ആരോപണം ഉയർന്ന ഘട്ടത്തിൽ M. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPIM തീരുമാനമെടുത്തിരുന്നു. പക്ഷേ പിന്നീട് പാർട്ടി പരിപാടികളിൽ നിന്ന് തീർത്തും മുകേഷിനെ CPIM മാറ്റി നിർത്തിയിരിക്കുകയാണ്. 24 കൊല്ലം. പാർട്ടി വളർത്തുക മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന വിമർശനവുമായി കോൺഗ്രസ് നേതാവ് A. K. ആന്റണി. പാർട്ടി പ്രവർത്തകരെ അല്ലാതെ കേരളത്തെ ഒന്നായി കാണാൻ സർക്കാരിന് കഴിയുന്നില്ല. തൊഴിലവസരം ഒരുക്കിയില്ലെങ്കിൽ യുവാക്കൾ തെരുവിലിറങ്ങുന്ന കാലം വിദൂരമല്ല എന്നും A. K. ആന്റണി ഓർമ്മിപ്പിച്ചു. സമീപകാലത്തൊന്നും രാഷ്ട്രീയ വിമർശനം നടത്താൻ തയ്യാറാകാതിരുന്ന A. K. ആന്റണി ഇന്ന് ആ രീതി മാറ്റി. കേരളത്തിലെ ചെറുപ്പക്കാർ അരക്ഷിതാവസ്ഥയിലാണ്. വിദ്യാഭ്യാസവും ജോലിയുമുണ്ടെങ്കിലും ആവശ്യത്തിന് ശമ്പളം ലഭിക്കുന്നില്ല. മധുരഭാഷണം നടത്തി അധികനാൾ യുവാക്കളെ അടക്കി നിർത്താനാകില്ല. അഗ്നിപർവ്വതം പൊട്ടുന്നതുപോലെ അവർ തെരുവിലിറങ്ങും. സ്റ്റാർട്ടപ്പ് കൊണ്ട് മാത്രം കേരളത്തിലെ ഇന്നത്തെ പുതിയ തലമുറയുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുള്ള സാധ്യമല്ല. സ്റ്റാർട്ടപ്പ് ഒരു ഭാഗം മാത്രമാണ്. ഇന്ന് അസ്വസ്ഥരായ, അരക്ഷിതരായ, രോഷാകുലരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാക്കാൻ എന്താ പരിപാടി കേരള ഗവൺമെൻറ്റുള്ളത്? എന്തെങ്കിലും പരിപാടിയുണ്ടോ? അതിന് പരിപാടിയില്ലെങ്കിൽ കേരളം ഒരിക്കലും ഇതുവരെ കാണാത്ത അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ കേരള യുവത്വം, വിദ്യാർത്ഥികൾ തെരുവിറങ്ങുന്നൊരു കാലം വിദൂരമല്ല. സർക്കാർ ഒന്നിനും പരിഹാരം കാണുന്നില്ല. എങ്കിൽ ആശാ വർക്കർമാർക്ക് സമരം ചെയ്യേണ്ടി വരുമായിരുന്നില്ല. CITU പ്രവർത്തകർ അല്ലാത്തവർക്ക് ഇവിടെ സമരം ചെയ്യാൻ കഴിയുന്നില്ലെന്നും വിമർശനം. CITUക്കാരല്ലാത്തവർക്ക് ഇവിടെ സമരം ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടാണ്, അപ്രഖ്യാപിതമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ്റുള്ളത്. ആ നിലപാടുള്ള കാലത്തോളം ഈ ഗവൺമെൻറ്റിന് ഇന്ന് കേരളത്തിലെ വളർന്നു വരുന്ന യുവലോകത്തിൻ്റെ
ആശങ്കകൾ, അവരുടെ ദേഷ്യം, രോഷം, അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് കേരള ഗവൺമെൻറ് നിലപാട് മാറ്റണം. തനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ പലതും ചെയ്യാനുണ്ടെന്നും AK ആന്റണി പറഞ്ഞു. G കാർത്തികേയൻ അനുസ്മരണ യോഗത്തിലായിരുന്നു AK ആന്റണിയുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ. 24 തിരുവനന്തപുരം. PR വർക്ക് കൊണ്ട് അധികാരത്തിലെത്താമെന്ന് പിണറായി വിജയൻ കരുതേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ സർക്കാരിനെതിരായ ജനവികാരത്തിന്റെ തെളിവാണ്. മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് പറയാൻ അസാമാന്യ തൊലിക്കെട്ടി വേണമെന്നും K മുരളീധരൻ പറഞ്ഞു. PR വർക്ക് കൊണ്ട് ഇവിടെ അധികാരത്തിൽ വരാം എന്ന് പിണറായി കരുതണ്ട. ഇപ്പൊ തന്നെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്ന സമരങ്ങൾ തന്നെ മതി ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം. മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് പറയാൻ ഒരുമാതിരി ചങ്കുറപ്പുള്ളവന് പോലും കഴിയാത്ത അവസ്ഥയിൽ PR വർക്കിന്റെ ഭാഗമായി ഞങ്ങൾ വീണ്ടും വരാൻ പോവാണെന്ന പ്രതീതി ഉണ്ടാക്കിയാൽ കേരളത്തിൽ നടക്കില്ല. 2001 ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും 2026 കേരളത്തിൽ ഉണ്ടാവുക. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് നേരെ ലണ്ടനിൽ ഖലിസ്ഥാൻ വാദികളുടെ ആക്രമണ ശ്രമം. ജയശങ്കറിന്റെ കാറിനു നേരെ പാഞ്ഞെടുത്ത അക്രമികൾ ഇന്ത്യൻ ദേശീയ പതാക കീറിയെറിഞ്ഞു. സംഭവത്തെ ഇന്ത്യ അതിശക്തമായി അപലപിച്ചു. ലണ്ടനിലെ ചത്തം ഹൗസിൽ നടന്ന സംവാദ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടായത്. വേദിക്ക് സമീപം ഒത്തുകൂടിയ ഖലിസ്ഥാൻ അനുകൂലികൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പരിപാടി കഴിഞ്ഞ് കാറിൽ കയറാനെത്തിയ ജയശങ്കറിന്റെ തൊട്ടടുത്തേക്ക് ഖലിസ്ഥാൻ അനുകൂലി പാഞ്ഞെടുത്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ കയ്യിലുണ്ടായിരുന്ന ഇന്ത്യൻ ദേശീയ പതാക കീറിയെറിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ലണ്ടൻ പോലീസ് നോക്കി നിൽക്കെയാണ് ഒട്ടേറെ ഖലിസ്ഥാൻ അനുകൂലികൾ ഖലിസ്ഥാൻ പതാകയേന്തി മുദ്രാവാക്യം വിളിച്ചും ഇന്ത്യൻ പതാകയെ അവഹേളിച്ചും പ്രതിഷേധിച്ചത്. സംഭവത്തെ ഇന്ത്യ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. വിഘടനവാദികളുടെ പ്രകോപനപരമായ നടപടികളെയും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെയും അപലപിക്കുന്നുവെന്നും നയതന്ത്ര ഉത്തരവാദിത്തങ്ങൾ ബ്രിട്ടൻ പൂർണ്ണമായും നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. 24 ഡൽഹി. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചെന്ന കേസിൽ രാജ്യവ്യാപകമായി SDP ഓഫീസുകളിൽ ED റെയ്ഡ്. കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാൾ, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് രാജ്യവ്യാപക റെയ്ഡ്. കേരളത്തിൽ തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാൾ, ഡൽഹി ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് ED റെയ്ഡ്. കേന്ദ്രസേനയുടെ സഹായത്തോടെ പുലർച്ചെയാണ് പരിശോധനകൾ ആരംഭിച്ചത്. PFI കേഡർമാർ സ്വരൂപിക്കുന്ന പണം SDPIയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചുവെന്ന് ED ആരോപിക്കുന്നു. ഹവാലയടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചു. ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാനെന്ന പേരിൽ ഫണ്ട് പിരിച്ചു. നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇന്ത്യയിലേക്ക് ഫണ്ടെത്തിയതായി ED വ്യക്തമാക്കുന്നു. അതേസമയം SDPIയുടെ സാമ്പത്തിക ബുദ്ധികേന്ദ്രം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേശീയ അധ്യക്ഷൻ MK ഫൈസി തന്നെയെന്ന് ED ഉറപ്പിക്കുന്നു. MK ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്നും ED കൂട്ടിച്ചേർത്തു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. തന്നെ വിമർശിച്ച SFI നേതാക്കൾക്ക് കവിതയിലൂടെ മറുപടിയുമായി മുതിർന്ന CPM നേതാവ് G സുധാകരൻ. യുവതയിലെ കുന്തവും കൊടച്ചക്രവും എന്ന പേരിലാണ് കലാകൗമുദി വാരികയിലെ കവിത. SFIയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതിനെ പറ്റിയാണ് താൻ പറഞ്ഞത് എന്നായിരുന്നു G സുധാകരന്റെ പ്രതികരണം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പ്രയോഗമാണ് കവിതയുടെ പേര്. യുവതയിലെ കുന്തവും കൊടച്ചക്രവും. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവർ എന്നാണ് കവിതയിലൂടെ G സുധാകരന്റെ വിമർശനം. കൊടിപിടിക്കാൻ വന്നുകൂടിയവരിൽ കള്ളത്തരം കാണിക്കുന്നവരുണ്ടെന്നും അസുരവീരന്മാരെന്നും കവിതയിൽ SFI നേതാക്കളെ വിമർശിക്കുന്നു. SFIയിലെ മാലിന്യങ്ങളെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്നാണ് G സുധാകരന്റെ പ്രതികരണം. നമ്മുടെ നയങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവരും ആശയം വെച്ച് പുലർത്തുന്നവരും കുറച്ചുപേർ കടന്നു കയറി അവർ കാണിക്കുന്ന അതിക്രമങ്ങളാണ് ആ കവിതയ്ക്കകത്തുള്ളത്. അപ്പോൾ SFIക്ക് എതിരല്ലെന്ന് മാത്രമല്ല, SFIയുടെ പാരമ്പര്യത്തെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടാണ്. താൻ ഉൾപ്പെടുന്ന രക്തസാക്ഷി കുടുംബത്തെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നും G സുധാകരൻ.
പോരാടി രക്തസാക്ഷിയായവരുടെ കുടുംബങ്ങളെ ആക്ഷേപിക്കുന്നു, കല്ലെറിയുന്നു. അപ്പോൾ ആ കുടുംബങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരാമർശങ്ങളുണ്ട്. SFI സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ജി സുധാകരനെ പരിഹസിച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന A. അക്ഷയ് രംഗത്തെത്തിയിരുന്നു. M. ശിവപ്രസാദ് SFIയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായതിന് പിന്നാലെയായിരുന്നു പരിഹാസം. SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ജി സുധാകരന് ശേഷം ആദ്യമായാണ് ആലപ്പുഴയിൽ നിന്നും ഒരാൾ സംസ്ഥാന പ്രസിഡന്റാകുന്നത്. ഇതിന് പിന്നാലെയാണ് ജി സുധാകരന്റെ കവിത. മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. ലഹരിക്കെതിരെ എക്സൈസ് നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി KSU മാർച്ച് നടത്തുകയാണ്. ഇന്ന് ജില്ലാ എക്സൈസ് ആസ്ഥാനങ്ങളിലേക്ക് നടത്തിയ മാർച്ചിൽ പലയിടത്തും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്തും ആലപ്പുഴയിലും കൊച്ചിയിലും പ്രതിഷേധക്കാരെ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നും, അരുൺ രാജ് കൊല്ലത്തു നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. നിതിൻ, ഇവിടുത്തെ കൊച്ചിയിലെ പ്രതിഷേധ മാർച്ച് അവസാനിച്ചോ? പ്രവർത്തകർ നേരത്തെ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, കൊച്ചിയിലെ പ്രതിഷേധ മാർച്ച് നിലവിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി. നേരത്തെ ഏതാണ്ട് അല്പസമയം മുമ്പാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ അല്പം സംഘർഷമുണ്ടായത്. പ്രവർത്തകർ എക്സൈസ് ആസ്ഥാനത്തേക്ക്, കൊച്ചിയിലെ എക്സൈസ് ആസ്ഥാനത്തേക്ക് അകത്ത് കടക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഏതാണ്ട് 3 റൗണ്ട് ജലപീരങ്കി ഉപയോഗിച്ചു. അതിനുശേഷം പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. ഇതിനിടയിൽ പോലീസ് ഈ പ്രവർത്തകരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള KSU പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോയിരിക്കുകയാണ്. അല്പസമയം ഏതാണ്ടൊരു അല്പസമയം മുമ്പാണ് ഈ സംഘർഷം ഉണ്ടായത്. അതിനുശേഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പിന്നീട് ഈ പ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള സംഘർഷ സാഹചര്യം തന്നെ അവസാനിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, കൊല്ലത്ത് അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും. അരുൺ, കൊല്ലത്തെ സംഘർഷ സമാന സാഹചര്യം ഇപ്പോഴും തുടരുകയാണോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? വിജയകുമാർ, ലഹരിക്കെതിരെയുള്ള എക്സൈസ് നടപടി അത് കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചാണ് KSU ഈ സംസ്ഥാന വ്യാപകം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കൊല്ലം എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അല്പസമയം നടത്തിയ മാർച്ചിൽ KSU അത് പ്രതീകാത്മകമായി വാഴയടക്കം കൊണ്ടുവന്നായിരുന്നു ഈ മാർച്ച്. പോലീസ് ഈ എക്സൈസ് ഓഫീസിന് മുമ്പിൽ ഈ ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും പോലീസിനെ മറികടന്ന് ബാരിക്കേഡ് മറികടന്ന് എക്സൈസ് ആസ്ഥാനത്തേക്ക് കയറാനുള്ള ശ്രമം ഈ KSU ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഉടൻ പോലീസ് ഇവരെ ഈ സമരം ചെയ്ത പ്രവർത്തകരെ ഇപ്പോൾ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. എന്തായാലും തുടർ ദിവസങ്ങളിലും ശക്തമായ സമരത്തിലാണ് KSU ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കാരണം എക്സൈസിന്റെ നടപടികൾ അത് കാര്യക്ഷമമല്ല. ക്യാമ്പസുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും അടക്കം ഈ ലഹരി വ്യാപനം കൂടുന്നു എന്നുള്ളതാണ് KSU മുന്നോട്ട് വെക്കുന്ന പരാതികളിലൊന്ന്. ഇക്കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ KSU ഇപ്പോൾ മാർച്ച് നടത്തിയത്. ഇപ്പോൾ KSUവിന്റെ ചില പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ചില പ്രവർത്തകരെയാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് നീക്കിയിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന ആവശ്യമാണ് KSU ഇപ്പോൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏകദേശം 15 മിനിറ്റിലധികം നേരം പോലീസുമായി ഉന്തും തള്ളും പരസ്പരം സംഘർഷത്തിലേക്ക് മടക്കം കാര്യങ്ങൾ പോയെങ്കിലും ഒടുവിൽ പോലീസ് പണിപ്പെട്ട് ഈ സമരം ചെയ്ത ഈ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. യെസ്, ഇപ്പോൾ പത്തനംതിട്ടയിലും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. എക്സൈസ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചു. അവിടെ എക്സൈസ് ഓഫീസിലേക്ക് ഒരു സംഘം പ്രവർത്തകർ ഇതിനോടകം ചാടിക്കയറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലൊക്കെ ഇത് ഈ സംഘർഷത്തിൽ കലാശു. നമ്മളിപ്പോൾ കാണുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എക്സൈസ് ഓഫീസിലേക്ക് പ്രവർത്തകർ ഇതിനിടയിൽ ചാടിക്കയറി പ്രതിഷേധിച്ചിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി ജെറിൻ അറസ്റ്റിൽ. കരുവാരക്കുണ്ടിലേതെന്ന പേരിൽ പ്രചരിപ്പിച്ച ദൃശ്യം യഥാർത്ഥത്തിൽ പകർത്തിയത് വയനാട് തിരുനെല്ലിയിൽ നിന്നാണ്. ജീപ്പ് സഫാരിക്കിടെ പകർത്തിയ ദൃശ്യമാണിത് എന്ന് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വൈൽഡ് ലൈഫ് ഡോക്യുമെന്ററി ഫിലിം മേക്കർ നാഷ് 24നോട് പറഞ്ഞു. ഒരു നാടിനെ മുഴുവൻ പരിഭ്രാന്തിലാഴ്ത്തിയ കുറ്റകൃത്യമാണ് കരുവാരക്കുണ്ട് സ്വദേശി ജെറിൻ ചെയ്തത്. താൻ കാറിൽ രാത്രി യാത്ര ചെയ്യുമ്പോൾ കടുവയെ കണ്ടുവെന്നും തൊട്ടടുത്തു വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് ഇയാൾ പ്രചരിപ്പിച്ചത്. എന്നാൽ വനം വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇത് വ്യാജമെന്ന് തെളിഞ്ഞു. 3 വർഷം മുൻപുള്ള ദൃശ്യം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്ന് ജെറിൻ നിലമ്പൂർ സൗത്ത് DFO ധനിക്ലാൽ മുമ്പാകെ കുറ്റസമ്മതം നടത്തി. വനം വകുപ്പ് കരുവാരക്കുണ്ട് പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. രാത്രി തന്നെ ജെറിനെ അറസ്റ്റ് ചെയ്തു. വയനാട് തിരുനെല്ലിയിൽ വെച്ച് പകർത്തിയ ദൃശ്യമാണ് പ്രചരിപ്പിച്ചത്.
2021 ഒക്ടോബർ 10-നാണ് ദൃശ്യം പകർത്തിയതെന്ന് വൈൽഡ് ലൈഫ് ഡോക്യുമെന്ററി ഫിലിം മേക്കർ നാഷ് 24-നോട്. 3 വർഷം മുമ്പേ ഞാൻ ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്ററി ചെയ്യുമ്പം പലരുമായിട്ട് ഇങ്ങനെ ഡ്രൈവർമാരോടൊക്കെ പറയാറുണ്ട്, ഇത്തരം വീഡിയോസൊക്കെ വരുമ്പം അയച്ചു തരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഇതൊരു ഡ്രൈവർ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണിത്. രാത്രി വന്നപ്പോഴാണ് ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അതൊരു റോങ് ആയിട്ടുള്ള ന്യൂസാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റിനോടും അവരോടൊക്കെ പറഞ്ഞത് ഇത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നുള്ളത്. ജെറിനെതിരെ ബോധപൂർവം സമൂഹത്തിൽ ഭീതി പരത്തിയെന്നതും ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന വകുപ്പിലുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തും. 24 മലപ്പുറം. കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ ചരിഞ്ഞ കുട്ടിയാനയ്ക്ക് പരിക്കേറ്റത് പടക്കം പൊട്ടിയതിനെ തുടർന്നെന്ന് സ്ഥിരീകരണം. ആനയുടെ കീഴ്ത്താടി എല്ലിനും തൊണ്ടയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ വനം വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. മയക്കുവടി വെച്ച് പിടികൂടിയ കുട്ടിയാന ആറളം RRT കേന്ദ്രത്തിൽ ചികിത്സയിലിരിക്കെയാണ് ചെരിഞ്ഞത്. പന്നിപ്പടക്കം പൊട്ടിയാണ് ആനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ ഇതിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. സംഭവത്തിൽ വനം വകുപ്പിന്റെ അന്വേഷണം തുടരുകയാണ്. നമ്മളതിനെ ഒരു ഉദ്യോഗസ്ഥ തലം ഉന്നതതല യോഗം വിളിച്ചുകൊടുത്ത് അതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് അത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായ നടപടികൾ എന്താണ് സ്വീകരിക്കാൻ കഴിയുക എന്ന് കണ്ടെത്തി ഇന്നിവിടെ നൽകിയതുപോലുള്ള നിർദ്ദേശങ്ങൾ നൽകാനാണല്ലോ ഞങ്ങൾ ശ്രമിക്കുക. ആനയ്ക്ക് പരിക്കേറ്റത് ആറളം ഫാമിൽ നിന്നാകാമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇതേ തുടർന്ന് ആറളം ഫാമിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. ഫാമിൽ ആനകളെ ലക്ഷ്യം വെച്ച് കൂടുതൽ പന്നിപ്പടക്കം വെച്ചിട്ടുണ്ടോ എന്നറിയാനാണ് പരിശോധന. അതേസമയം പാലക്കാട് നെല്ലിയാമ്പതിയിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. നെല്ലിയാമ്പതി കാരപ്പറയിൽ വെച്ചാണ് തൊഴിലാളിയെ കാട്ടാന ആക്രമിച്ചത്. 24 കണ്ണൂർ. വനം വകുപ്പ് നിരീക്ഷണം തുടരുന്നതിനിടെ അതിരപ്പള്ളിയിൽ കാലിനു പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി വീണ്ടും ജനവാസ മേഖലയിലെത്തി. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് ആനയെത്തിയത്. അതിനിടെ ആനത്താരയിലെ ചില്ലുകുപ്പികളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ വനം വകുപ്പ് സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി. അതിരപ്പള്ളി പഞ്ചായത്തിന് സമീപം ജനവാസ മേഖലയിലായിരുന്നു രാവിലെ മുതൽ ഏഴാറ്റുമുഖം ഗണപതി. കാലിലെ പരുക്ക് സംബന്ധിച്ച് DFO നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി ആനയ്ക്ക് തുടർ ചികിത്സ നൽകുന്നത് പരിഗണനയിലാണ്. ആനയ്ക്ക് പ്രകടമായ ശാരീരിക അവശതകളില്ലെങ്കിലും കാലിലെ മുറിവുണങ്ങാൻ പ്രയാസമെന്നാണ് കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന മേഖലയിൽ ടൂറിസ്റ്റുകൾ ചില്ലുകുപ്പിയും മറ്റു മാലിന്യങ്ങളും ഉപേക്ഷിക്കുന്നത് ആനകൾക്കുൾപ്പെടെ പരുക്കേൽക്കാൻ ഇടയാക്കുന്നുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വാഴച്ചാൽ DFO R ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇന്ന് പ്രത്യേക ഡ്രൈവ് നടത്തി. ടൂറിസ്റ്റുകൾ വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പൊട്ടിയ ബിയർ ബോട്ടിലുകൾ ഇട്ടിട്ട് ആനയ്ക്ക് പരിക്കുണ്ടാക്കുമെന്ന് പറഞ്ഞ് പരാതികൾ സ്ഥിരം വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നോണം നമ്മളൊരു നേരത്തെ ഒരു ഡ്രൈവ് നടത്തിയിരുന്നു. പക്ഷേ എന്നാൽ പോലും അത് സക്സസ്ഫുൾ, കാരണം വനംവകുപ്പ് മാത്രമാണ് ചെയ്തത്. ഇപ്രാവശ്യം പ്ലാന്റേഷൻ കാര്യം കൂടെ ചേർത്തുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടു കാണും, ഇവിടെ പൊട്ടിയ രീതിയിലും അല്ലാത്ത രീതിയിലും ഒക്കെ കുപ്പികൾ വലിച്ചെറിയപ്പെടുന്നുണ്ട്. അതിരപ്പള്ളി കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ആനത്താരയിലെ ഉൾപ്പെടെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. 24 തൃശൂർ. എറണാകുളം ഇടക്കൊച്ചിയിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞ സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നതുൾപ്പെടെ അന്വേഷിക്കും. അതേസമയം സംഭവ സമയത്ത് വനം വകുപ്പിനെ അറിയിച്ചിട്ടും ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് കൗൺസിലറുടെ ആരോപണം. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനെത്തിച്ച ആനയാണ് ഇന്നലെ വൈകിട്ട് ഇടഞ്ഞത്. വിവരം വനംവകുപ്പിനെ അറിയിച്ചിരുന്നെന്ന് കൗൺസിലർ രാജേഷ് പറയുന്നു. എന്നാൽ ജില്ലാ കളക്ടറെ വിവരം അറിയിച്ചതിന് ശേഷമാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയതെന്ന് കൗൺസിലർ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കൃത്യമായി ഇടപെടേണ്ടതാണ് വനം വകുപ്പ്. ഞാനിപ്പോൾ കുറ്റം അടിച്ചേൽപ്പിക്കുകയല്ല, എന്നാലും ഈ 3.25 മണിക്കൂറോളം ഇടക്കൊച്ചിയിലെ ജനങ്ങളെ പരിഭ്രാന്തരാക്കുവാനായിട്ട് ഇന്നലെ അവർക്കൊരു ആനേനൊന്ന് തടയിടുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ള, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അവരാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ അവർ ഇന്നലെ ഇവിടെ വന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഏറെ ശ്രമത്തിന് ശേഷം തളച്ച ആനയെ പിന്നീട് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ആനയെ എഴുന്നള്ളിപ്പിനെത്തിച്ചതെന്നടക്കമുള്ള സമഗ്രമായ അന്വേഷണമാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇടക്കൊച്ചി ക്ഷേത്രത്തിനും പരിസരത്തും പരിശോധനകൾ നടത്തും. ആനയുടെ ആക്രമണത്തിൽ തകർന്ന വാഹനങ്ങളുടെ ഉടമകളുമായി ചർച്ച നടത്താനും ക്ഷേത്ര ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. 24 കൊച്ചി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രാക്കിൽ റെയിലിന്റെ കഷ്ണം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായി. തമിഴ്നാട് തിരുവണ്ണാമലൈ സ്വദേശി ഹരിയാണ് റെയിൽവേ പോലീസിന്റെ പിടിയിലായത്. ട്രെയിനിൽ ഇടിച്ച് കഷ്ണങ്ങൾ പൊട്ടിപ്പോയാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന് കണക്ക് കൂട്ടിയാണ് ഇരുമ്പ് കഷ്ണം പാളത്തിലിട്ടത് എന്നാണ് പ്രതി മൊഴി നൽകിയത്. ഇന്ന് പുലർച്ചെ 4:50ഓടെയായിരുന്നു സംഭവം.
തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഒന്നാമത്തെ പ്ലാറ്റ്ഫോം അവസാനിക്കുന്നിടത്ത് നിന്ന് 100 മീറ്റർ മാറിയാണ് റെയിലിന്റെ കഷ്ണം ട്രാക്കിൽ കിടന്നിരുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ഗുഡ്സ് ട്രെയിൻ റെയിലിന്റെ കഷ്ണം തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. റെയിലിന്റെ കഷ്ണം ഒരു ട്രാക്കിൽ മാത്രം ചാരിവെച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. മദ്യലഹരിയിലായിരുന്നു പ്രതി കൃത്യം നടത്തിയത്. റെയിൽ കഷ്ണം ട്രാക്കിൽ കൊണ്ടിട്ടത് ട്രെയിൻ കയറിപ്പോകുമ്പോൾ 2 കഷ്ണമായാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന കണക്കുകൂട്ടിലായിരുന്നുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. പ്രതി ഹരി കുറച്ചു ദിവസങ്ങളായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കറങ്ങി നടന്നിരുന്നത് RPFന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ RPF ഹരിയുടെ ഫോട്ടോയും എടുത്ത് സൂക്ഷിച്ചിരുന്നു. ഇതാണ് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 24 തൃശൂർ. കോട്ടയം ഏറ്റുമാനൂരിൽ കുട്ടികളുമായി ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന വീട്ടമ്മ അനുഭവിച്ചത് കടുത്ത മാനസിക സമ്മർദ്ദം. ഷൈനി സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശം പുറത്തു വന്നു. ജോലി ലഭിക്കാത്തതിലും ഭർത്താവുമായുള്ള കേസും മാനസികമായി തളർത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഓഡിയോ സന്ദേശം. മരിക്കുന്നതിന് 9 മാസം മുൻപാണ് ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിലേക്ക് ഷൈനി മക്കളെയും കൂട്ടിയെത്തിയത്. ഇതിനുശേഷം പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. നഴ്സായതിനാൽ വിദേശത്തേക്ക് പോകാനും ഷൈനി ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 12 വർഷത്തോളം ജോലി ചെയ്യാതിരുന്നതിനാൽ പലയിടങ്ങളിലും അവസരം നിഷേധിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളാണ് സുഹൃത്തിനയച്ച ഓഡിയോ സന്ദേശത്തിൽ ആദ്യമുള്ളത്. നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതുകൊണ്ട് അറിയാവോ? നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കാവൂടി. നാട്ടിലേക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി തപ്പി. ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യാമായിരുന്നല്ലോ. ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇത് സ്വീകരിച്ചില്ലെന്നും ഓഡിയോ സന്ദേശത്തിലുണ്ട്. ഫെബ്രുവരി 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പം 3-4 പ്രാവശ്യമായി. നീണ്ടു പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകണമെന്ന് പോലും ഷൈനി ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ ഇന്നലെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി ഭർത്താവ് നോബിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള ചില തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. 24 കോട്ടയം. സർവകലാശാലകളിൽ പ്രോ വൈസ് ചാൻസലർ നിയമനത്തിന് യോഗ്യതയിൽ ഇളവ് വരുത്താൻ സർക്കാർ നീക്കം. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട സർവകലാശാല നിയമ ഭേദഗതി ബില്ലിൽ ഇളവ് വരുത്താനാണ് ആലോചന. അസോസിയേറ്റ് പ്രൊഫസർമാർക്കും PVC ആകാൻ കഴിയുന്ന നിലയിലാണ് ഇളവ് നൽകാൻ സർക്കാർ ഒരുങ്ങുന്നത്. വൈസ് ചാൻസലർമാരുടെ അധികാരം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കാനുള്ള സർവകലാശാല നിയമ ഭേദഗതി ബിൽ നിയമസഭ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരുന്നു. പിന്നാലെയാണ് പ്രോ വൈസ് ചാൻസലർ നിയമനത്തിന് യോഗ്യതയ്ക്ക് ഇളവ് നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത്. ഇതോടെ സബ്ജക്ട് കമ്മിറ്റിക്ക് മുന്നിൽ തന്നെ PVC നിയമനത്തിൽ യോഗ്യതാ ഇളവ് സർക്കാർ ഔദ്യോഗിക ഭേദഗതിയായി നൽകി. ഇത് പ്രകാരം അസോസിയേറ്റ് പ്രൊഫസർമാർക്കും ഇനി മുതൽ പ്രോ വൈസ് ചാൻസലർമാരാകാം. ബില്ലിൽ PVC നിയമനത്തിന് പ്രൊഫസർ അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പൽ എന്നതായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്ന അടിസ്ഥാന യോഗ്യത. പുതിയ ബില്ല് പ്രകാരം വൈസ് ചാൻസലർക്കുണ്ടായിരുന്ന പല അധികാരങ്ങളും പ്രോ വൈസ് ചാൻസലർക്ക് ലഭിക്കും. ഈ സാഹചര്യത്തിലാണ് കുറഞ്ഞ യോഗ്യതയുള്ള അധ്യാപകർക്കും PVC ആകാൻ സർക്കാർ അവസരമൊരുക്കുന്നത്. അതേസമയം PVCക്ക് താഴെയുള്ള പോസ്റ്റുകളായ രജിസ്ട്രാർ, പരീക്ഷാ കൺട്രോളർ എന്നീ പോസ്റ്റുകളിൽ നിയമനം ലഭിക്കാൻ പ്രൊഫസർ തസ്തികയാണ് അടിസ്ഥാന യോഗ്യത. ഇടത് അധ്യാപക സംഘടനകൾക്ക് വേണ്ടിയാണ് യോഗ്യതയിൽ ഇളവ് വരുത്തിയതെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആരോപണം. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാക്കാൻ ആശാ വർക്കേഴ്സ് ശനിയാഴ്ച വനിതാ ദിനത്തിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് സംഗമം നടത്താനാണ് തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് 25 ദിവസം പിന്നിട്ടിട്ടും ആവശ്യങ്ങൾ പരിഗണിക്കാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരസ്പരം പഴിചാരി മുഖം തിരിക്കുന്നുവെന്നാണ് ആശാ വർക്കേഴ്സിന്റെ കുറ്റപ്പെടുത്തൽ. ഇതോടെയാണ് വനിതാ ദിനത്തിൽ സമരം ഘടിപ്പിക്കാൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചത്. മറ്റന്നാൾ രാവിലെ 10:30 ആരംഭിക്കുന്ന സംഗമത്തിൽ എല്ലാ ജില്ലകളിലെയും വനിതകളെ അണിനിരത്തുമെന്ന് സമരസമിതി. ഞങ്ങൾ 8-ാം തീയതി സാർവദേശീയ വനിതാ ദിനമാണല്ലോ. 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ ഇറങ്ങി തെരുവിലിറങ്ങി അവകാശങ്ങൾ നേടിയെടുത്ത ദിനം, അതിൻ്റെ ഓർമ്മ ദിനമാണ് മാർച്ച് 8. ഇവിടെയും അനിതര സാധാരണമായൊരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി സ്ത്രീകൾ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇന്ന് സമരപന്തൽ സന്ദർശിച്ചു. വിഷയം വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാനാണ് UDF MPമാരുടെ തീരുമാനം. ഇന്ത്യൻ പാർലമെന്റിൽ എത്രയോ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. കാലാനുസൃതമായി ഭേദഗതി വരുത്താനാണ് ഭരണഘടന തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഓണറേറിയം തീരുമാനിച്ചിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ്. വയറ്റിപ്പഴപ്പിന് വേണ്ടി നടക്കുന്ന ആളുകളായി സമരം ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഓണറേറിയം 2100 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കുക, പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. ബന്ദികളാക്കിയവരെ ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ തുടച്ചു നീക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ അന്ത്യശാസനം. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ഹമാസിനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ കൈമാറണം, ഹമാസ് കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണം, ഇല്ലെങ്കിൽ ഹമാസിനെ തുടച്ചു നീക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. ഗസയിൽ നിന്നും ഹമാസിന്റെ നേതാക്കളോട് ഉടനടി ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുന്ന ട്രംപ് ഗസയിലെ ജനതയ്ക്കെതിരെയും ഭീഷണി മുഴക്കുന്നുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാത്ത പക്ഷം മരിച്ചുവെന്ന് സ്വയം കണക്കാക്കാനാണ് ഭീഷണി. ഹമാസ് മോചിപ്പിച്ച ബന്ദികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബന്ദി വിഷയത്തിൽ ഹമാസുമായി അമേരിക്ക നേരിട്ട് ചർച്ചകൾ നടത്തിയെന്ന് വൈറ്റ് ഹൗസ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹമാസുമായി അമേരിക്കൻ പ്രതിനിധി ആദം ബോലർ ദോഹയിൽ നേരിട്ട് ചർച്ചകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിന് ഏത് വിധത്തിലുള്ള സഹായമാണ് താൻ അയക്കുന്നതെന്ന് ട്രംപ് പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടില്ല. കെയ്റോയിൽ നടന്ന അറബ് ഉച്ചകോടിയിൽ ഗസയ്ക്കായി 5300 കോടി രൂപ ബദൽ പദ്ധതി മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. ഇന്റർനാഷണൽ ഡെസ്ക് 24. സനാതനധർമ്മത്തിനെതിരായ പരാമർശത്തിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് താൽക്കാലിക ആശ്വാസം. അനുമതിയില്ലാതെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. വിവിധയിടങ്ങളിലെ കേസുകൾ ഒരു സ്ഥലത്തേക്ക് മാറ്റാമെന്ന ഉദയനിധി സ്റ്റാലിന്റെ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടപെടൽ. BJP നേതാവ് നൂപുർ ശർമ്മ നടത്തിയ വിവാദ പരാമർശങ്ങളിൽ കേസുകൾ ഒരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് ഉദയനിധി സ്റ്റാലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഹർജി ഏപ്രിൽ 21 വീണ്ടും പരിഗണിക്കും. മലപ്പുറം താനൂരിൽ നിന്ന് സുഹൃത്തുക്കളായ 2 പെൺകുട്ടികളെ കാണാനില്ലെന്ന് പരാതി. ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ, ഷഹദ, അശ്വതി എന്നീ വിദ്യാർത്ഥിനികളെയാണ് ഇന്നലെ മുതൽ കാണാതായത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. മലപ്പുറത്ത് നിന്ന് സമീർ, കുട്ടികളെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? എന്താണ് പോലീസ് അറിയിക്കുന്നത്? വിജയകുമാർ, 2 കുട്ടികൾക്കും വേണ്ടി നിലവിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ ഓണായിരിക്കുന്നത് കോഴിക്കോട് ടവർ ലൊക്കേഷനാണ് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായ വിവരം. ഇതിന് ശേഷമുള്ള വിവരം നിലവിൽ പോലീസിന് ലഭ്യമായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതലാണ് ഈ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായിരിക്കുന്ന ഫാത്തിമ, ഷഹദ, അശ്വതി എന്നീ കുട്ടികളെ കാണാതായത്. ഇപ്പോൾ ഈ ഫാത്തിമ, ഷഹദയുടെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും വിവരം ലഭ്യമാകുന്നുണ്ടോ? ഇല്ല, അവർ ഇന്നലെ ഉച്ചക്ക് 2 മണിക്ക് ഫോൺ ലൊക്കേഷൻ കണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ DSP സാറെ കണ്ടീന്. അപ്പോൾ അന്വേഷണം സാറ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കണ്ടെത്തി തരാമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ്. എപ്പോഴാണ് കാണാതാവുന്നത്? 11:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു 2 മണിയോടെ അടുത്തിട്ടാണ് പരിശാളെന്ന് ടീച്ചർ വിളിക്കണത്. എത്തിയിട്ടില്ല എന്നുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 5:30 മണിയായിട്ടും കാണാതായപ്പോഴാണ് ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തത്. അശ്വതി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അച്ഛനും ഞങ്ങളും ഇവിടെ വന്നിട്ട് പരാതി കൊടുത്ത് CI സാർ അടുത്ത്. അപ്പോൾ അവർ അപ്പോൾ തന്നെ വാട്സപ്പിലും കാര്യങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേസ് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് അന്വേഷിക്കുക, കണ്ടെത്തി തരാമെന്ന് ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ DSP സാറെ പോയിട്ട് സംസാരിച്ചത്. അപ്പോൾ കേസ് അവർ നമ്മളും ഏറ്റെടുക്കാം, 2 കുട്ടികളെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സാറ് ഉറപ്പ് തന്നിട്ടുണ്ട് കണ്ടെത്തി തരാമെന്നുള്ളത്. ഇപ്പോൾ കോഴിക്കോടാണ് തെരച്ചിൽ നടക്കുന്നതല്ലേ? കോഴിക്കോട്. പിന്നെ അവരെ ഫോൺ ഓഫായിട്ടുള്ളത് കോഴിക്കോടാണെന്നുള്ളത് കൊണ്ടാണ് കോഴിക്കോട് അന്വേഷിക്കുക എന്നുള്ളത് സാറുമാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഷഹദീം അശ്വതിയും സുഹൃത്തുക്കളാണ്? ഇപ്പോഴും ഒരുമിച്ചുള്ളതാണ്. ഇവർ മറ്റു സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ ആരോടെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂചന തരുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നല്ല രീതിയിലാണ് വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പോയിട്ടുള്ളത്. വേറൊന്നും നമുക്ക് അറിയില്ല. വിജയകുമാർ, ഏതായാലും നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. 2 കുട്ടികളും മൊബൈൽ ഫോൺ കയ്യിലുള്ളവരാണ്. പക്ഷേ 2 മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അന്വേഷണത്തിൽ പോലീസിന് ഒരു തടസ്സമാകുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് കോഴിക്കോട് ടൗണിൽ കേന്ദ്രീകരിച്ചാണ് ഈ മൊബൈൽ ഫോൺ ഓഫായിരിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഈ താനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളും പോലീസും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്. വിജയകുമാർ.
യെസ്, ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഷഹദ, അശ്വതി എന്നീ വിദ്യാർത്ഥികളെ ഇന്നലെ മുതലാണ് കാണാതായത്. അവർ കോഴിക്കോട് തന്നെ ഉണ്ടാകും എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അതിൽ അന്വേഷണത്തിൽ നേരിട്ട് ഇടപെടാം എന്ന് കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരെ ഒട്ടും വൈകാതെ കണ്ടെത്തുമെന്ന് തന്നെയാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. തിരുവനന്തപുരം നാവായിക്കുളത്ത് 10ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. പ്രദേശവാസിയായ അഭിജിത്താണ് കസ്റ്റഡിയിലായത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോട്ടയത്ത് അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരുങ്ങുന്നു. CMS കോളേജിന്റെ ഗ്രൗണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏറ്റെടുത്ത് നവീകരിക്കും. ഇതിന്റെ ഭാഗമായി KCAയും CMS കോളേജും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മധ്യ കേരളത്തിൽ കൂടുതൽ ക്രിക്കറ്റ് താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യം. 14 കോടിയോളം രൂപ ചെലവഴിച്ചാണ് CMS കോളേജിന്റെ ഗ്രൗണ്ട് അത്യാധുനിക രീതിയിൽ നവീകരിക്കാനുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തീരുമാനം. ഗ്രൗണ്ട് നവീകരണം കൂടാതെ പവലിയൻ, ഇൻഡോർ ഔട്ട്ഡോർ പ്രാക്ടീസ് പിച്ച്, ഫുട്ബോൾ ഗ്രൗണ്ട് തുടങ്ങിയവയെല്ലാം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കും. രണ്ടാം ഘട്ടത്തിൽ ഫ്ലഡ് ലൈറ്റ് അടക്കം കൊണ്ടുവരാനാണ് നീക്കം. ഗ്രൗണ്ട് 65 യാർഡ്സ് ബൗണ്ടറി കിട്ടുന്ന രീതിയിൽ ഈ ഗ്രൗണ്ടിനെ വലുതാക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളൊരു ഇൻഡോർ 3 പിച്ചുകളുള്ള ഇൻഡോർ പ്രാക്ടീസ് ഫെസിലിറ്റി പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. 15 പിച്ചുകളുള്ള ഒരു ഔട്ട്ഡോർ പ്രാക്ടീസ് ഫെസിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. 30 വർഷത്തേക്കുള്ള ധാരണാപത്രമാണ് CMS കോളേജുമായി ഒപ്പിട്ടിരിക്കുന്നത്. ക്രിക്കറ്റിനെ വളർത്താനുള്ള KCAയുടെ നീക്കത്തിന് CMS കോളേജിന്റെയും പൂർണ്ണ പിന്തുണ. നമ്മളുടെ ഈ നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകൾ, യുവാക്കൾ ഈ മേഖലയിലേക്ക് വളർന്നു വരണം. അവർക്ക് വളരാനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കേണ്ടത് മാനേജ്മെന്റിന്റെ ആവശ്യമാണ് എന്ന് കരുതി തന്നെയാണ് ഒരു ദീർഘകാല കരാറിന് ഒപ്പുവച്ചിരിക്കുന്നത്. 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. അത്യാധുനിക സ്റ്റേഡിയം ആകുന്നതോടെ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള BCCAയുടെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾക്ക് കോട്ടയം വേദിയാകുമെന്നാണ് പ്രതീക്ഷ. 24 കോട്ടയം. തിരുവനന്തപുരത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമങ്ങാട് സ്വദേശി സതീഷ് കുമാറാണ് മരിച്ചത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തു സംഭവിച്ചു എന്നാണ് പോലീസ് അറിയിക്കുന്നത്? ഇതിൽ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ സൂചനകൾ എന്തെങ്കിലും ലഭ്യമാണോ? വിജയകുമാർ, ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അതായത് നെടുമങ്ങാട് നെട്ട സ്വദേശി രതീഷ് കുമാറിനെയാണ് വീടിനകത്തെ ഹോളിൽ മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. ഇയാൾ ഈ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു. അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാളുടെ പതിവ്. അടുത്ത ബന്ധു 2 ദിവസമായി സതീഷ് കുമാറിനെ കാണാത്തതിനാൽ വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോഴാണ് അകത്ത് കയറി സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോഴാണ് ഈ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഈ ആദ്യഘട്ട ഇൻക്വസ്റ്റിൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. ഇയാളുടെ തലയ്ക്കൊരു ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വിധത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താം എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തരാഖണ്ഡിൽ സംസ്ഥാനത്തെ ശൈത്യകാല ടൂറിസം പരിപാടികളോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രി എത്തിയത്. മുഖേയിലെ ഗംഗോത്രി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തി. ശൈത്യകാലത്ത് മഞ്ഞുമൂടിയ ഗംഗോത്രി ക്ഷേത്രത്തിൽ നിന്ന് ഗംഗാദേവിയുടെ വിഗ്രഹം മുഖ്വയിലെ ക്ഷേത്രത്തിലേക്ക് മാറ്റും. മെയ് മാസത്തിൽ ചാർധാം യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിഗ്രഹം തിരികെ ആഘോഷമായി ഗംഗോത്രി ക്ഷേത്രത്തിലെത്തിക്കും. ചാർധാം യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഉത്തരാഖണ്ഡിലെത്തിയ പ്രധാനമന്ത്രി മുഖ്വയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പ്രത്യേക പൂജകളിൽ പങ്കെടുത്തു. ഹർസലിലെ ബൈക്ക് ട്രക്ക് റാലി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശൈത്യകാലത്തെ കാഴ്ചകളും പ്രാദേശിക കലാരൂപങ്ങളും പ്രധാനമന്ത്രി ആസ്വദിച്ചു. ഉത്തരാഖണ്ഡിലെ ടൂറിസം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഉത്തരാഖണ്ഡിൽ 2730 കോടിയുടെ റോപ്പ് വേ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരുന്നു. 24 ഡൽഹി. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
ഇനി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.